ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് RSSനാണ് വലിയ സ്വാധീനം. ഈ RSSൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനയാണ് ഭാരതീയ വിദ്യാ നികേതൻ. അവർക്ക് പല സംഘടനകളുണ്ടല്ലോ, ബജ്രംഗദളുണ്ട്, അങ്ങനെ കുറേ സംഘടനകളുണ്ട്, പിന്നെ സേവാഭാരതി, അതുപോലുള്ളൊരു സംഘടനയാണ് ഭാരതീയ വിദ്യാ നികേതൻ. ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കല്ലേക്കാട് പ്രദേശത്തെ അവരുടെ ഒരു വ്യാസവിദ്യാപീഠം എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് ഈ പറയുന്ന മൂത്താന്തറയിലെ വ്യാസവിദ്യാപീഠൻ്റെ പ്രൈമറി സ്കൂൾ. ആ സ്കൂളിൻ്റെ പ്രത്യേകത മാധ്യമ സുഹൃത്തുക്കളൊന്ന് അന്വേഷിക്കണം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ RSSൻ്റെ സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ദേവി പ്രഭാത്, ദേവി രാത്രി. നമുക്കവരുടെ ഭാഷകളറിയില്ല, RSSൻ്റെ ആയതുകൊണ്ട്. ഈ ദേവി പ്രഭാത് എന്ന് പറഞ്ഞ പ്രഭാതത്തിലെ ശാഖ, ദേവി രാത്രി എന്ന് പറഞ്ഞ രാത്രിയിലെ ശാഖ. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ദേവി പ്രഭാത് നടക്കുന്നത്. അപ്പോൾ രാവിലത്തെ ശാഖ നടക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ബോംബ് കണ്ടെത്തിയ സ്കൂൾ കോമ്പൗണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJP ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നത് തന്നെ അവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ വിഷയത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ഒരു ലക്ഷ്യമാണ്. നമുക്കേവർക്കും നന്നായിട്ടറിയാം, RSSൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യാസവിദ്യാപീഠ്, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആളുകളെ നോക്കിക്കോളും. ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, മുൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച RSSൻ്റെ വിഭാഗ് പ്രചാരകമായിരുന്നു. 5 വർഷം മുമ്പ് വരെ ഈ ഭാരതീയ വിദ്യാ നികേതൻ്റെ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇതിൻ്റെ ഈ സ്കൂളിൻ്റെ പാലക്കാട് ജില്ലയിലെ കോർഡിനേറ്റർമാരായി സേവാഭാരതിയിൽ പ്രവർത്തിച്ച ഡോക്ടർ ശ്രീ ശങ്കർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് ശ്രീശാന്ത്, ഇവർ രണ്ടാളും ഇപ്പോൾ ഇതിൻ്റെ ചുമതലയും കോർഡിനേറ്റർമാരുമാണ്, പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാരിൽ 8-10 പേരുണ്ട്. ഈ 2 സഹോദരന്മാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്റർമാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരാണ് മുൻപ് ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഭാരതീയ വിദ്യാഭവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.